ഇന്ത്യക്കെതിരെ കളിക്കുക ട്രാവിസ് ഹെഡിന് എന്നും ഹരമാണ്. IPL-ലാണെങ്കിലും ബാറ്റെടുത്താൽ അങ്കക്കലി തന്നെ. ഇന്ത്യക്ക് പലതവണ വേദനാജനകമായ പ്രഹരം നൽകിയ ബാറ്റാണത്. ഇന്ത്യക്കെതിരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടി ഓസ്ട്രേലിയയെ വിജയത്തിലേക്ക് നയിച്ച ഹെഡ് ഏകദിന ലോകകപ്പ് 2023 ഫൈനലിൽ ഇന്ത്യയുടെ 100 കോടി സ്വപ്നങ്ങൾ തകർത്ത് സെഞ്ചുറി കുറിച്ചു. ഇത്തവണ പെർത്തിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ 101 പന്തിൽ 89 റൺസാണ് ഹെഡ് നേടിയത്. സെഞ്ചുറി നഷ്ടമായെങ്കിലും അഡ്ലെയ്ഡിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ 141 പന്തിൽ 140 റൺസ് എടുത്ത് ആ കുറവ് നികത്തി. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല. ബ്രിസ്ബൻ മൂന്നാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിലും ഇന്ത്യൻ ബൗളർമാർ ഹെഡിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു. 160 പന്തിൽ 152 റൺസ് നേടി ഹെഡ് ചരിത്രം കുറിക്കുകയായിരുന്നു. ഒരു കലണ്ടർ വർഷത്തിൽ ഒരേ വേദിയിൽ ഒരു ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലും ഗോൾഡൻ ഡക്ക് ആവുകയും മറ്റൊരു ടെസ്റ്റിൽ സെഞ്ചുറി നേടുകയും ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ കളിക്കാരനായി ഹെഡ് മാറിയിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ഈ കിങ് പെയർ. ഒരു കലണ്ടർ വർഷത്തിൽ ഒരേ വേദിയിൽ കിങ് പെയറും സെഞ്ചുറിയും നേടുന്ന 5ാമത്തെ കളിക്കാരനാണ് ഹെഡ്. ബസീർ മുഹമ്മദ്, ആൽവിൻ കല്ലിചരൺ, മർവൻ, രാംനരേഷ് സർവാൻ, മുഹമ്മദ് അഷ്റഫുൾ എന്നിവരാണ് മറ്റ് ബാറ്റർമാർ. ട്രാവിസ് ഹെഡിന്റെ 9ാം ടെസ്റ്റ് സെഞ്ചുറിയാണിത്. അഡ്ലെയ്ഡിൽ നടന്ന ഡേ നൈറ്റ് ടെസ്റ്റിലും 2 ടീമുകൾക്കിടയിലുള്ള വ്യത്യാസം ഹെഡ് തന്നെയായിരുന്നു. 10 വിക്കറ്റിന് വിജയത്തിലേക്ക് നയിച്ച് പരമ്പര സമനിലയിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 3ാം ടെസ്റ്റിൽ ഫോമിലേക്ക് തിരിച്ചെത്തിയ സ്റ്റീവ് സ്മിത്തും ഉജ്ജ്വല സെഞ്ചുറി കുറിച്ചിരുന്നു. ഇതോടെ രണ്ടാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ ഓസ്ട്രേലിയ 1ാം ഇന്നിംഗ്സിൽ 7ന് 405 എന്ന നിലയിലെത്തി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് തുടങ്ങിയ ആതിഥേയർക്ക് വേണ്ടി 45 റൺസുമായി അലക്സ് കാരയും 7 റൺസുമായി മിച്ചൽ സ്റ്റാർക്കുമാണ് ക്രീസിലുണ്ടായിരുന്നത്. 2 ദിവസം പൂർത്തിയായെങ്കിലും മഴ കാരണം ഇതുവരെ 101 ഓവറുകൾ മാത്രമാണ് കളിക്കാനായത്. ഇന്ത്യക്ക് ലഭിച്ച 7 വിക്കറ്റുകളിൽ 5ഉം ജസ്പ്രീത് ബുംറ കീശയിലാക്കി. ശേഷിക്കുന്ന വിക്കറ്റുകൾ മുഹമ്മദ് സിറാജും നിതീഷ് കുമാർ റെഡ്ഡിയും പങ്കിടുകയായിരുന്നു. ഗാബ ടെസ്റ്റിന്റെ ആദ്യ ദിനം തന്നെ മഴ വില്ലനായി. മഴയെ തുടർന്ന് വെറും 13.2 ഓവറുകൾ മാത്രമാണ് 1ാം ദിനം കളി നടന്നത്. രണ്ടാം ടെസ്റ്റിനിടെ ട്രാവിസ് ഹെഡുമായി കയർത്തിരുന്ന ഇന്ത്യയുടെ മുഹമ്മദ് സിറാജിനെ ഓസീസ് ആരാധകർ കൂക്കി വിളിച്ചിരുന്നു. ഗാബയിൽ നടന്ന 3ാം ടെസ്റ്റിന്റെ ആദ്യ ദിനവും താരത്തെ കൂക്കുവിളികളോടെയാണ് ഓസീസ് കാണികൾ സ്വീകരിച്ചത്. എന്നാൽ ഇതൊന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ശരീരഭാഷയായിരുന്നു മുഹമ്മദ് സിറാജിന്റേത്. ഒരു മൈൻഡ് ഗെയിമിലൂടെ ഓസീസ് താരം മാർനസ് ലബുഷേനെ വീഴ്ത്താനും സിറാജിന് കഴിഞ്ഞിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സ്പിന്നർമാരെ മാറ്റി മാറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ എന്നതും ശ്രദ്ധേയമാണ്. പെർത്തിൽ നടന്ന 1ാം ടെസ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദറാണ് ഇന്ത്യയുടെ സ്പിന്നറായി കളിച്ചത്. 2ാം ടെസ്റ്റിൽ സുന്ദറിന് പകരം അശ്വിനെ ഇന്ത്യ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തി. 3ാം ടെസ്റ്റിലേക്ക് വന്നപ്പോഴാകട്ടെ അശ്വിന് പകരം ജഡേജയ്ക്ക് പ്ലേയിങ് 11-ലേക്ക് നറുക്കു വീഴുകയായിരുന്നു.